ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമസ്കാരം. സീസൺ തുടങ്ങിയിരിക്കുകയാണ്. തോറ്റുകൊണ്ട് തുടങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പക്ഷേ പൊരുതി തോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ആ ഒരു സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്തു നോക്കിയാലും കളി കണ്ട എല്ലാവർക്കും മനസ്സിലാവും. നല്ല ഭേദം, നല്ല മാറ്റം, മെച്ചപ്പെട്ട മാറ്റം ഉണ്ട് എന്ന് തന്നെ പറയാം. കാരണം ആർസണൽ പോലത്തെ ട്രസ്റ്റ് ദ പ്രോസസ്, ലാസ്റ്റ് 6 years ആയിട്ട് ട്രസ്റ്റ് ദ പ്രോസസ് എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ഒരു ടീം, നല്ല ടീം തന്നെയാണ്, നല്ല സെറ്റായിട്ട് കളിക്കുന്ന ടീം തന്നെയാണ്. അപ്പോൾ അവന്മാരെ ഇതുപോലെ പിടിച്ചു. ഞാൻ ഇങ്ങനെയായിരുന്നില്ല പ്രതീക്ഷ, ഞാൻ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. അതായത് നമ്മൾ സിറ്റ് ബാക്ക് ചെയ്ത് കൗണ്ടർ, അങ്ങനെയുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു ഞാൻ നോക്കിയത്. പക്ഷെ ഇത് നേരെ തിരിച്ചിട്ടാണ്. പൊസഷനും ഷോട്ട്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് തന്നെ. 60% പൊസിഷൻ, 22 ഷോട്ട്സ്, അതിൽ 7 ഓൺ ടാർഗറ്റ്. അവന്മാർക്ക് ആകെ 9 ഷോട്ട്സും 3 ഓൺ ടാർഗറ്റ്. ആ ഒരു ഗോള് മാത്രം ഒഴിച്ച് നിന്ന് കഴിഞ്ഞാൽ ബാക്കി നല്ലപോലെ കളിച്ചു. പക്ഷേ എന്താ പറയാ, ആ ഒരു ഭാഗ്യം എപ്പോഴും ഉണ്ടാവുന്ന പോലെ തന്നെ എന്തോ ഒരു കണ്ടകശനി കൊണ്ടേ പോകും എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ്. ഭാഗ്യം എന്ന് പറഞ്ഞ സാധനം നമ്മളെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ എഴുതി വെച്ചിട്ടില്ല. പുതിയ സൈനിങ്സ് ആയ കൂന, എംബോമെ, എന്താ കളി, നല്ല കളിയാണ്. എല്ലാവർക്കും കുറേ പേർക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു യുണൈറ്റഡിൽ വന്നിട്ട് പാളിപ്പോകും. പക്ഷെ അതൊന്നല്ല. ആ ഒരു എംബോമയുടെ ഒക്കെ ഒരു ഹെഡർ ഉണ്ടായിരുന്നു. റയാനെ പിന്നെ നമുക്കറിയാലോ, നമ്മുടെ ഗോൾ കീപ്പറിനെ പോലെ അല്ലല്ലോ. ഡേവിഡ് റയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് സീസണിൽ തന്നെ ഗോളാവേണ്ട ഒരു 10-15 ഗോള് ഓന് തടഞ്ഞിട്ടുണ്ട്. നമ്മളെ യുണൈറ്റഡിന്റെ കൂടെ തന്നെ ആ ബ്രൂണോന്റെ ഒക്കെ ഒരു ഷോട്ട് കഴിഞ്ഞ സീസണിൽ അതേപോലെ തന്നെ. ചങ്ങായിക്കൊന്നും ഒരു മാറ്റവും ഇല്ല. ഇത് എന്താണ് ഇവന്മാർക്കൊന്നും ഒരു മാറ്റം ഇല്ലാത്ത? നമ്മളെ ഗോൾ കീപ്പേഴ്സ് മാത്രമാണ് ഒരുമാതിരി അന്നും ഇന്നും എന്നും ഒരുപോലെ. ആ റേനൊക്കെ നോക്ക്, ഒരു മാറ്റമില്ല. മുടി മാത്രം മുറിച്ചിരുന്നേ ഉള്ളൂ, മുടി മാത്രം മുറിച്ച് മാറി വന്നിട്ടുണ്ട്. പക്ഷേ ആ റിഫ്ലക്സും കാര്യം, ആ എംബൂമയുടെ ഹെഡർ, അയ്യോ മനസ്സിൽ പോകുന്നില്ല. എന്താണ് ഹൈറ്റ് പോലും ഇല്ലാത്ത ചങ്ങായി ചാടിയ ഹെഡർ. അതായത് ഡിഫൻസ് എന്നൊക്കെ മാറി വന്ന് നല്ല കളിയായിരുന്നു. കളി എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. പ്രസ്സിങ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാല് അടാർ പ്രസ്സിങ്, ഇതാണ് വേണ്ടത്, ഇത് തന്നെയാണ് വേണ്ടത്. പക്ഷേ ആ ഒരു ലാസ്റ്റുള്ള ആ ഒരു ഫിനിഷിങ് പോരായ്മ ഇപ്പോഴും ഉണ്ട്. സെസ്കോ ഇറങ്ങിയില്ല. ഞാൻ ലൈനപ്പ് കണ്ടിട്ട് 100% ഷോക്ക്ഡ് ആയിരുന്നു. അമാദില്ല, സെസ്കോ ഇല്ല. സെസ്കോ ഓക്കെ, പക്ഷെ അമാദിനെ ഇറക്കിയില്ല. എനിക്ക് പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ തോന്നി, കാരണം ഇവന്മാര് സെറ്റ് പീസ് എഫ് സി ആണല്ലോ. അപ്പൊ ഇവന്മാരുടെ സെറ്റ് പീസിന് അമാദിനെ കൊണ്ട് നടക്കൂല. അതുകൊണ്ടായിരിക്കും ഡാലോട്ടിന് ഇറക്കിയത്. പക്ഷേ എന്നിട്ടും ഇവന്മാര് സെറ്റ് പീസിൽ തന്നെ ഗോൾ അടിച്ചു. ആ ഗോള് എന്ത് ഗോളാണ്, അത് വല്ലാത്തൊരവസ്ഥയായി. ആ ഗോളിന്റെ പിന്നിലും ബ്രൂണോന്റെ അടുത്ത് വന്ന മിസ് കോർണറായി മാറി. അതാണെങ്കിൽ സാലിബാന്റെ ഒരുമാതിരി, ഞാൻ വിചാരിച്ചാൽ അത് ഡിസലോ ആയിരിക്കും ഗോള്. ഒരുമാതിരി ഗോൾ കീപ്പറിന് പുഷ് ചെയ്ത് ബായിന്ദർ മാക്സിമം നോക്കി തട്ടിയിട്ടും ഒരുമാതിരി തട്ടൽ, ഒരു ശക്തി, കഞ്ഞിമ്പള്ളം കുടിക്കാത്ത പോലത്തെ തട്ടൽ തട്ടിയിട്ട് കലാഫീറോന്റെ തലേന്റെ അടുത്ത് തന്നെ പോയി. ആടെ ഒരു മഞ്ചനും ഇല്ല, തട്ടിയിട്ടു. പക്ഷെ 13-ാം മിനിറ്റിൽ അവന്മാര് ഗോൾ അടിച്ചിന്. തിരിച്ചടിക്കാനുള്ള ചാൻസസും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ നടന്നില്ല, ഒന്നും അങ്ങോട്ട് നടന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഭാഗ്യമില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കൂനയൊക്കെ, മത്തായിസ് കൂന, നമ്മുടെ ഈ സമ്മറിലെ ഫസ്റ്റ് സൈനിങ്, ആ വോൾസിൽ ഉണ്ടായിരുന്ന ആ ഒരു കളി ഉണ്ടല്ലോ, അത് തന്നെയാണ് മത്തായിസ് കൂനയുടെ കളി. നല്ല പോലെ കളിച്ച് ഡ്രിബ്ലിങ്ങും, പിന്നെ ഒരു ബാക്ക് ഹീൽ ഇടാൻ നോക്കിയിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ടൈമിൽ. പക്ഷെ അവിടെയും സാലിബ. സത്യം പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് ലിവർപൂളിന്റെ ഡിഫൻസ് ആയിരുന്നു നല്ല ഡിഫൻസ് എന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷെ 100% അല്ല, അത് ആർസണലാണ്. സാലിബ, ഗബ്രിയേൽ, അയ്യോ എന്തോ ഒരു സെന്റർ ബാക്കാണ് പോയ. എവിടെ പോയി കഴിഞ്ഞാൽ ചങ്ങായി മാറും. ഒന്ന് മാറിത്തരിക എന്നൊക്കെ പറയില്ലേ, അതൊന്നും ഇല്ല. പിന്നെ ആസ് യൂഷ്വൽ ബ്രൂണോ അറ്റാക്കിൽ മാത്രമേ ബ്രൂണോനെ കൊണ്ട് പറ്റുന്നുള്ളൂ. നമ്മളിത് പല പ്രാവശ്യം ഡിസ്കസ് ചെയ്തതാണ്. എല്ലാവരും കമന്റിൽ ബ്രൂണോനെ കൊണ്ട്, ബ്രൂണോ എയറിൽ തന്നെ ആയിരുന്നു, ഇന്നും എയറിലാവും, മിക്കവാറും എയറിലാവും. കാരണം ആ ബ്രൂണോന്റെ ആ ഒരു മിസ് എന്നാണ് വന്നത്. പിന്നെ കസമേറോ ഭേദം ഇല്ലാണ്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഉഗാർട്ടെ വല്ലാണ്ട് ഡിസപ്പോയിന്റ്മെന്റ് ആയി. ഒരു ബാക്ക് പാസ് കൊടുത്തിന് ഞാൻ, അത് ഹാവേർഡ്സ് ആയതുകൊണ്ട് രക്ഷപ്പെട്ടു. അവിടെ ഗ്യോക്കോറസെങ്ങാനും ആയിരുന്നെങ്കിൽ ഉണ്ടല്ലോ, ആ സാധനം ഗോളാവായിരുന്നു. ഹാവേർഡ്സ് ആയതുകൊണ്ട് ചങ്ങായിക്ക് ഒന്നും തിരിഞ്ഞിട്ടില്ല, അതുകൊണ്ട് രക്ഷപ്പെട്ടത്. എന്താണ്, ഒരു ബോധമില്ല ഉഗാർട്ടേക്ക്. ഏതാണ് എന്റെ കളിക്കാരൻ എന്നുള്ളൊരു ബോധം ഇല്ലാത്ത പോലത്തെ ബാക്ക് പാസ് ആയിരുന്നു കൊടുത്തത്. ഒരുമാതിരി
ഏറ്റെടുത്ത പരിപാടി എന്നൊക്കെ പറയില്ല, അതായിരുന്നു മിഡ് 100% മിഡ് വേണം, നടക്കൂല. കസമീറോ കാരണം ഫുള്ളൊന്നും കളിക്കാൻ പറ്റൂല, കാരണം ഏജായി. ആ ഫസ്റ്റ് ഹാഫിൽ നല്ലപോലെ കസമീറോ കളിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഉഗാർട്ടെന്നെ കൊണ്ടുവന്നു എന്തൊക്കെയോ സമയം, കാരണം 90 കളിക്കാനും കസമീറോ കൊണ്ട് പറ്റുന്നില്ല, അതാണ് സത്യാവസ്ഥ. അപ്പൊ നമുക്ക് അതിനായിരുന്നു നമ്മൾ ബലേബയെ നോക്കിയത്, പക്ഷെ ബലേബേനെ കിട്ടിയില്ല. പക്ഷെ ആൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് ഉണ്ട്, എത്രയും പെട്ടെന്ന് ഈ ഒരു വീക്കെൻഡിനെ ആരെങ്കിലും ഒന്ന് സൈൻ ചെയ്ത് നെക്സ്റ്റ് ഗെയിം കളിച്ചിട്ടില്ലെങ്കിലും വേണ്ട, പോട്ടെ, അടുത്തത് ഫുൾഹാം ആണല്ലോ, ആ പ്രശ്നമില്ല. അടുത്ത ഇനി ഡെർബി വരാനുണ്ട്, ലിവർപൂളിന്റെ ഗെയിം, ഇഷ്ടംപോലെ ഗെയിം വരാനുണ്ടല്ലോ. അപ്പോഴേക്കെങ്കിലും ആ മിഡിൽ ഒരാൾ വേണം, വാർട്ടൺ ആയിക്കോട്ടെ, എഡേഴ്സൺ ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ ആ മിഡിൽ സ്പ്രോന്റെ കളിക്കാരനാ, ഇല്ലെങ്കിൽ നമ്മുടെ അമാദുവോ, നമ്മുടെ ഈ സെവിയന്റെ ഒരു മിഡ്ഫീൽഡർ ഉണ്ട്, ആ പുള്ളിക്കാരന് ആരെങ്കിലും വരണം, മിഡ് വരണം. ഗോൾ കീപ്പർ നെക്സ്റ്റ് പൊസിഷൻ നമ്മൾ പണ്ട് മുതലേ കഴിഞ്ഞ സീസണും ഈ സീസണിന്റെ ട്രാൻസ്ഫറിലും എല്ലാം നമ്മളെല്ലാവരും പറയുന്ന 2 പൊസിഷനാണ്. സ്ട്രൈക്കർ 3 പൊസിഷൻ ആയിരുന്നു, സ്ട്രൈക്കർ, മിഡ്, ഗോൾ കീപ്പർ. അതിൽ സ്ട്രൈക്കർ സോർട്ട് ഔട്ട് ചെയ്തു, പിന്നെ അടുത്ത മിഡ്, ഗോൾ കീപ്പർ, രണ്ടും നിർബന്ധമാണ്. ഗോൾ കീപ്പർ ബൈൻഡറും വേണ്ട, ഒനാനിയും വേണ്ട, നടക്കൂല, പറ്റേയില്ല, ഒരു ഉഷാറില്ല. ബൈൻഡർ പിന്നെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടീന്, കുറെ ഷോട്ടും കാര്യങ്ങളും ലോങ് പാസുകളെല്ലോ പെർഫെക്ഷൻ ആയിട്ട്, ബോൾ പാസിംഗ് എല്ലാം ഒനാനേനെക്കാട്ടും ബെറ്റർ ആയിട്ട് തോന്നി. പക്ഷെ അതെല്ലാം നമുക്ക് വേണ്ടത്. ആ ലാമൻസിന് ചീപ്പല്ലേ, എന്താണ് ഇവന്മാര് നോക്കാത്തത്? ഇവന്മാര് എനിക്ക് തോന്നുന്നു സെയിൽസിന് വേണ്ടി വെയിറ്റ് ചെയ്യാന്നാണ്, അതില്ലാതെ ഒന്ന് പെട്ടെന്ന് കൊണ്ടുവന്നാൽ മതിയായിരുന്നു. വേറെ കളീനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ വേറെ കാര്യമായിട്ടൊന്നും, ഭയങ്കര ഡിസപ്പോയിന്റ്മെന്റ് ആയിപ്പോയി. കളിച്ചിട്ട് തോക്കുമ്പോൾ അത് വേറെ തന്നെ വിഷമാണ്, ഭയങ്കര വിഷമാണ് കളിച്ചിട്ട് തോക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ. നല്ലപോലെ കളിക്കാണ്ട് എന്തോ ക്വാളിറ്റിയിൽ തോറ്റാണെങ്കിൽ വിടുക. കാരണം ആർസണൽ വിട്ടു. ഇപ്പൊ തന്നെ കളി കഴിഞ്ഞ് റയ പറഞ്ഞില്ലേ, വി ആർ നോട്ട് അറ്റ് അവർ ബെസ്റ്റ് ബട്ട് 3 points ഇസ് 3 points. റയ പറഞ്ഞു കഴിഞ്ഞു. കാരണം റയക്ക് മനസ്സിലായി അവന്മാരുടെ ആർസണലിന്റെ കളിയല്ല ഇത്, ആർസണലിന്റെ കളി ആയിരുന്നില്ല. ആർസണൽ ഒരിക്കലും ഇങ്ങനെയല്ല, ശരിക്കും നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. നമ്മളിങ്ങനെ പൊസിഷനൊന്നും ഇല്ലാതെ നമ്മൾ പിന്നോട്ട് മാറി നിന്ന് കളിക്കലായിരുന്നു പതിവ്. പക്ഷെ ആർസണൽ ഇപ്രാവശ്യം നേരെ തിരിച്ചായി. അപ്പോ അമോറിമിന്റെ കയ്യിൽ സംഭവമുണ്ട്, ആ സംഭവം പ്ലേയേഴ്സ് എല്ലാവരും ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ആരും ദയവ് ചെയ്തിട്ട് അമോറിമിനെ സാക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വരല്ലേ, കാരണം ആ ഫോർമേഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. അതിലൊന്നും ഇനി ആർക്കും ഒരു പേടിയും വേണ്ട, കാരണം സെറ്റായി. ഇന്നത്തെ ആർസണലിന്റെ കൂടെ കളിക്കാൻ എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നിയത്. കാരണം നെഗറ്റീവ് ഒന്നുമല്ല, എല്ലാം പോസിറ്റീവായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. സംഭവം നല്ല അടിപൊളിയായിട്ട് തന്നെയുണ്ട്. പക്ഷെ ആ ഒരു മിഡ് ബ്രൂണോ ഡിഫെൻസീവ് കളിക്കാൻ പറ്റില്ല. പിന്നെ ബ്രൂണോന് പേര് വരുന്നത് കസമീറോ, ഉഗാർട്ടയൊക്കെ, മൈനുവിനെ കൊണ്ട് നടക്കൂല. മൈനു അറ്റാക്കിംഗ് ആയിട്ടുള്ള ഒരു മെന്റാലിറ്റി തന്നെയാണ്. ബലേബ, വാർട്ടൺ അതുപോലത്തെ ഒരു പ്ലെയർ തന്നെയാണ് നമുക്ക് വേണ്ടത്. വല്ലാത്തൊരു ഇതായിപ്പോയി. തുടക്കം തന്നെ ഒരു ഡ്രോ എങ്കിലും പിടിക്കുമെന്ന് വിചാരിച്ചു. അവസാന ടൈമിലൊക്കെ മാക്സിമം ശ്രമിച്ചിനെ. ലാസ്റ്റ് ആ ഒരു കൂട്ടപ്പൊരിച്ചിൽ ഞാൻ വിചാരിച്ച മഗ്വയർ തല വെച്ച് കയറ്റി, പക്ഷെ അതും നടന്നില്ല. പിന്നെ ഒരു ഹാൻഡ് ബോൾ പോലെ ഒരു സാധനം ഉണ്ടായിരുന്നു, മാറി റഫറി വാറ് പോയിട്ട് ഒന്ന് ചെക്ക് ചെയ്യുക പോലും ചെയ്തില്ല. റോബ്ഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, പക്ഷെ അത് എനിക്ക് തോന്നുന്നത് ഓൺ എയറിൽ വന്നത് കൊണ്ടാവണം, അതുകൊണ്ടായിരിക്കും മാക്സിമം വിട്ട് കളഞ്ഞിട്ടുണ്ടാവുക. പക്ഷേ വിറപ്പിച്ചിട്ടുണ്ടായിരുന്നു ആർസണലിനെ, വിചാരിച്ച പോലെ ഡ്രോ ആവേണ്ടതായിരുന്നു കളി. പക്ഷെ ഭാഗ്യമില്ല. 13-ാം മിനിറ്റ് മുതൽ നോക്കി 22 ഷോട്ടിൽ 7 എണ്ണം ഓൺ ടാർഗറ്റ്. പിന്നെ സെസ്കോനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ, സെസ്കോ സെറ്റായി വരണം, സത്യമാണല്ലോ. ഗ്യോക്കോറസ് വന്നതുപോലെ ഫസ്റ്റേ വന്നിട്ടില്ല. ഗ്യോക്കോറസിനെ നമ്മൾ കണ്ടു, ഒന്നും ചെയ്യാൻ പറ്റിയില്ല. സെലിബ്രേഷൻ നമുക്ക് ഇട്ട് കൊടുക്കാം, ഗ്യോക്കോറസിന് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. സെസ്കോ ഫസ്റ്റ് ടച്ചൊക്കെ കുറച്ച് ഇമ്പ്രൂവ്മെന്റ് ആവണം, സെറ്റ് ആവും. അത് അടുത്ത കളിക്ക് എന്തായാലും ഫസ്റ്റ് 11 വരട്ടെ, വന്ന് സെറ്റ് ആവട്ടെ. ടീമൊക്കെ റെഡിയാണ്, പക്ഷെ ആ മിഡും ഗോൾ കീപ്പറും കൂടി ആയി കഴിഞ്ഞാൽ നമുക്ക് സെറ്റാണ്. എന്തായാലും ശുഭപ്രതീക്ഷയോടെ സീസൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. തോൽവി ആണെങ്കിലും കളി കണ്ടതിൽ കുറച്ചൊരു സന്തോഷവും സമാധാനമുണ്ട്. കളി മാറ്റമുണ്ടല്ലോ, പണ്ടത്തെ പോലെ ആ ഒരു ഇതല്ല. ആ ഒരു ഗോൾ കീപ്പറിനെയും ഇതൊക്കെ മാറ്റി കഴിഞ്ഞാൽ കുറച്ചും കൂടി പസിൽസ് ക്ലിയർ ചെയ്യണം. അതും കൂടി ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ we will be at our best. Hope for the best. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.